ഫസ്റ്റ് വിന്നർ. ഈ 292 എംപ്ലോയീസ് നമ്മൾ ഈ ഒരു JFM ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അതിൽ ഫസ്റ്റ് വരാന്നുള്ളത് എന്തുകൊണ്ടും തികച്ചും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് അല്ലെ. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മുടെ വൺ ആൻഡ് ഓൺലി ഝാൻസി റാണി ബിന്ദു മാഡം ആണ്. എല്ലാവരും ഒരു നല്ലൊരു ക്ഷണിക്കാം. ബിന്ദു മാഡത്തിന് ഈ ഒരു JFM ഇവന്റില് ഓരോ അച്ചീവ്മെന്റ്സും ഫസ്റ്റ് CR, അതുപോലെ തന്നെ സെക്കൻഡ് CR, 2 CR ഇതെല്ലാം ഫസ്റ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബിന്ദു മാഡം തന്നെയാണ്. സോ ഐ പ്രൗഡ്ലി ഇൻവൈറ്റ് ബിന്ദു നന്ദൻ ഓൺ സ്റ്റേജ്. ബിന്ദു നന്ദൻ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഹെഡ് ഓഫീസ് റീജിയണൽ മാനേജർ ശ്രീമതി ബിന്ദു നന്ദൻ. ഇത്തവണത്തെ JFM കോൺടെസ്റ്റ് 2025 വിന്നറായ ബിന്ദു നന്ദൻ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഝാൻസി റാണി എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ 3 വർഷത്തോളം ഇതേ കോൺടെസ്റ്റിൽ വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ടതും ബിന്ദു നന്ദനാണ്. ഒരു സ്റ്റാഫ് എന്നതിലുപരി സ്വന്തം സ്ഥാപനം പോലെ അഹോരാത്രം പ്രവർത്തിച്ചു വരുന്ന വ്യക്തിത്വമാണ് ശ്രീമതി ബിന്ദു നന്ദൻ. ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ബിന്ദു നന്ദന്റെ ഈ നേട്ടം. കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും വളരെ ഇഷ്ടത്തോടെ ചെയ്യാൻ താല്പര്യമുള്ള ബിന്ദു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമാണ്. കമ്പനിയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ബിന്ദു നന്ദന്റേത്. 5 വർഷം IDBL ബാങ്കിൽ വർക്ക് ചെയ്തതിനു ശേഷമാണ് ബിന്ദു നന്ദൻ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. മൊത്തം ഏകദേശം 25 വർഷത്തിന്റെ പ്രവൃത്തി പരിചയം ബിന്ദു നന്ദനുണ്ട്. ഏറെ സ്നേഹപൂർവ്വം ശ്രീമതി ബിന്ദു നന്ദനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Special gift, gold coin. Okay, അടുത്തതായിട്ട് രാഗിണി സാർ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് മാഡം പറഞ്ഞു. അപ്പൊ സ്പെഷ്യൽ ഗിഫ്റ്റ് രാഗിണി സാറിന് കൊടുക്കുകയാണ്. ഒരു പ്രൗഡ് മൊമെന്റിൽ താങ്ക് യു പട്ടാമ്പി, താങ്ക് യു NC മെട്രോ ഗ്രൂപ്പ്. ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ പണ്ടെന്ന് വെച്ചാൽ ഞാനൊരു 5 വർഷമായിട്ടുണ്ട് ത്രിമൂർത്തികൾ എന്നിവരെ വിശേഷിപ്പിക്കാറുണ്ട്. ആക്ച്വലി ബ്രഹ്മ വിഷ്ണു മഹേഷ് എന്നുള്ള ത്രിമൂർത്തികൾ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറ്. പക്ഷേ
ഇന്ന് എനിക്ക് കണ്ട ദൈവങ്ങൾക്ക് തുല്യരാണ് ഈ 3 പേര്. സത്യമാണ് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും പറയുന്നതാണ്. കാരണം നമ്മുടെ കരിയറിൽ ഇത്രയും നല്ലൊരു വളർച്ച കിട്ടിയിട്ടുള്ളത് നമുക്ക് പട്ടാമ്പിയിൽ തന്നെയാണ്. കാരണം ഞാൻ ഫിനാൻഷ്യലി കുഴപ്പമൊന്നും നമുക്ക് നമ്മുടെ പേരൻസ് തന്നിട്ടില്ലെങ്കിലും ഇന്ന് ഞാൻ നല്ല രീതിയിൽ അത്രയും അച്ചീവ്മെൻറ്റോട് കൂടിയിട്ട് എന്നെ എൻ്റെ നാട്ടിലായാലും അഭിമാനപൂർവ്വമാണ് ഇന്ന് കാണുന്നത്. പട്ടാമ്പി കുറച്ച് പേര് ചോദിക്കുന്ന വരെയുണ്ട്, ബിന്ദുച്ചിരി ആണോ എന്ന് വരെ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. കാരണം എന്താണെങ്കിൽ അത്രയും ഞാൻ നമ്മുടെ കമ്പനീനെ കുറിച്ച്, നമ്മുടെ അമ്പലത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം ഞാൻ ഈ നമ്മുടെ സ്ഥാപനത്തിലൂടെയാണ് ഞാൻ ഇന്ന് വളർന്നത്. തീർച്ചയായിട്ടും ഞാനൊരു IDBI ബാങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടും നമുക്ക് വളർച്ച കിട്ടിയിട്ടുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ കൈ നിറച്ച് നമുക്ക് കഴിഞ്ഞ വർഷമായാലും മുന്നത്തെ വർഷമായാലും കൈ നിറച്ച് ഓരോ കാര്യങ്ങൾ തന്നിട്ടുള്ളത് ഈ പട്ടാമ്പിയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടും ഇന്നത്തെ എൻ്റെ വളർച്ചയിൽ ഈ 3 പേർക്കാണ്, കമ്പനിയുടെ ചുക്കാൻ പിടിക്കുന്ന 3 പേരാണല്ലോ. അതുകൊണ്ട് എന്ന് തന്നെയായാലും നമ്മളുടെ പ്രാർത്ഥന ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയാണ്. വീണ്ടും നല്ല രീതിയിൽ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് പോരാ പെർഫോമൻസ്, വീണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് ഞാൻ വീണ്ടും ഈ വേദിയിൽ പറയാണ്. അപ്പൊ എല്ലാവർക്കും ഈ മാനേജ്മെന്റ് സജി സാറ്, രാഗിൽ സാറ്, അതുപോലെ ജോൺസി സാറ് 3 ആളും അത്രയും നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഫാമിലിയിൽ പോലും പെരുമാറാറ്. അതുകൊണ്ട് നമുക്ക് തികച്ചും ഈ പ്ലാറ്റ്ഫോം കിട്ടിയതിൽ ഞാൻ ഈശ്വരനോട് നന്ദി പറയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത നമ്മുടെ കുറേ സ്റ്റാഫുകളുണ്ട്. നമ്മുടെ HOL അത്രയും നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ ഒരു JFM. പിന്നെ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബിന്ദു മാഡം. ബിന്ദു മാഡം നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്, എല്ലാവർക്കും ഒരു റോൾ മോഡൽ കൂടിയാണ്. ഓക്കെ, ഇനി സജു സാർ എന്താ പറയണം നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ഹോളിന്റെ പേര് ഡിനാസ്റ്റി അല്ലേ? ഈ ഹോളിന്റെ പേര് നമ്മൾ പ്രത്യേകം ഞാൻ ഇന്ന് ശ്രദ്ധിക്കേണ്ടായി. നമുക്ക് എല്ലാത്തിനും ഒരു പ്രത്യേകതയാണ്. അതിന്റെ മീനിങ് എന്താണെന്നറിയോ? രാജകീയത, റോയൽറ്റി. അതാണ് നമ്മൾ പട്ടാമ്പി, റോയലാണ്. അത്രയും പറയാനുള്ളൂ എനിക്ക്. റോയലാണ്, രാജകീയ പ്രൗഢിയോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ 3 പേരിന്ന്. നിങ്ങൾ കാണുന്നില്ലേ എല്ലായിടത്തും വലിയൊരു ബോർഡ് കാണുന്നില്ലേ, അഡ്വർടൈസ്മെന്റ്? അതാണ്, ഇവര് തന്നെയാണ് നമ്മുടെ രാജാക്കന്മാര്. ആ ഒരു ഹോളിന്റെ പേര് പോലും കേട്ടപ്പോൾ എനിക്ക് അതിശയം വന്നത് ഈ ഒരു മീനിങ് ആണ് നമുക്ക് ഈ ഒരു ഹോളിന് കിട്ടിയത്. അപ്പൊ തികച്ചും റോയൽ ഫാമിലിയാണ് പട്ടാമ്പി. റോയൽറ്റി മാത്രമേ അവിടെ വേണ്ടൂ. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി പരിശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ടു ഓൾ. നോക്കട്ടെ, എന്തായാലും ഞാൻ സ്റ്റാർട്ടിൽ തന്നെ പറഞ്ഞു, ഇന്ന് മേഡം നന്നായിട്ട് ശ്രമിക്കൂ, നന്നായിട്ട് ട്രൈ ചെയ്യൂ. ഒരിക്കലും അന്ന് ഈ പ്രാവശ്യം ഫസ്റ്റ് ആവുമെന്ന് എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ശ്രമിക്കേ, നിങ്ങൾക്കത് ശരിയാവും എന്ന് പറയുന്നു. പിന്നെ അതിന് എനിക്ക് പറയാമെന്ന് വെച്ചാലേ, ഞാൻ പണ്ടത്തെ കാലത്തൊക്കെ രാജ്ഞി എന്നൊക്കെ കേട്ടിട്ട്, രാജാവെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കിരീടം വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത് ആദ്യത്തെ ഒരു വേഷക്കെട്ടാണെന്ന് തോന്നുന്നല്ലേ? പക്ഷെ രാജാവിന്റെ രാജ്ഞിയുടെ വേഷക്കെട്ടാട്ടോ, അല്ലാണ്ട് വെറുതെ പറഞ്ഞില്ല. അവരുടെ വേഷം ധരിക്കുന്നതിന് വേഷം ധരിക്കാന്നുള്ളത് എന്ന് പറഞ്ഞാൽ കിരീടം വെച്ച് ആദ്യമായിട്ട് നമ്മൾ കാണുന്നതാണല്ലേ? ഞാൻ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് കിരീടം വെച്ച് കാണുന്നത്. എന്തായാലും അത് ഞാൻ പറയട്ടെ, വർക്ക് ചെയ്യുന്നവർക്കുള്ള ഒരു അംഗീകാരമാണ്. അല്ല, അവർക്കാണ് അതിൻ്റെ ഒരു എൻജോയ്മെന്റ് അല്ലേ? പണിയെടുക്കുന്നവർക്കാണ് അതിൽ നിന്നൊരു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് വരിക. അപ്പോൾ എന്തായാലും ബിന്ദു മേഡം ചെയ്ത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യത്തിനും, സത്യം പറഞ്ഞാൽ ഇപ്പൊ എല്ലാ പരിപാടിയിലും എല്ലാത്തിനും ഒരു ബിന്ദുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ഒന്ന് ഒഴിച്ചുവിടാൻ പറ്റാത്ത ബിന്ദുവാണ്, ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരാളാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ തോമസ് സാറിനെ പോലെ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരാളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുടെ പ്രായത്തിനൊത്തല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏത് കാര്യത്തിലും, ഡാൻസെങ്കിൽ ഡാൻസ്, പാട്ടെങ്കിൽ പാട്ട്, ഏത് പരിപാടി, ആങ്കറിങ്, ഡിപ്പോസിറ്റ്. ഈ പോണ വഴിക്ക് ടൂറെങ്കിൽ ടൂറിന് പോകുമ്പോഴും ഡിപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ പോയാലും ആളുടെ കച്ചവടം ചെയ്തേ വരുള്ളൂ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം അതിന് പറയണമെന്ന് തോന്നിയാലും പറയാൻ പറ്റില്ല. ആളതിൻ്റെ വർക്കുമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഈ ലൈഫ് നമുക്ക് നന്നായിട്ട്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിലേക്ക് പോകും. അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഫണ്ടായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോയാലും തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഫണ്ടുമായിട്ട് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാനെന്ന് പറയാൻ പറ്റുമോ? അമ്പലത്തിൽ പോകാനെന്നും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആളുടെ കുറെ. പിന്നെ ഫുൾ എനർജറ്റിക്കാണ് ആള്. വയ്യ, പറ്റില്ല എന്നൊന്നും പറഞ്ഞൊന്നും ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞ് ഇതുവരെ നമ്മുടെ അടുത്ത് വരില്ല. ഒരു കാര്യത്തിൽ നെഗറ്റീവ് പറഞ്ഞു വരില്ല.
ആളെന്തെങ്കിലും നമ്മളോട് കട പിടിച്ചുകൊണ്ട് കോമ്പറ്റീഷൻ ആയിട്ട് എന്തെങ്കിലും കാര്യത്തെ വരുള്ളൂ. ചിലപ്പോൾ നമുക്ക് ബുദ്ധി, പക്ഷേ ആളുടെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് അതൊന്നും പറയാൻ തോന്നില്ല. ഇത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ലേഡീസ് എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ആളാണ് ബിന്ദു മാഡം. അതുപോലെ തന്നെ പട്ടാമ്പിയുടെ അഭിമാനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിയുടെ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഫിനാൻസ് ഇയറിലെ ഫസ്റ്റ് ആണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും പട്ടാമ്പിയുടെ ബിന്ദുവാണ്, അതായത് നന്ദന്റെ ബിന്ദു അല്ല, പട്ടാമ്പിയുടെ ബിന്ദുവാണ്. എപ്പോഴും സെയിൽസ് എന്ന് പറയുന്നത് അറിവുകൾ കൂടുമ്പോഴാണ് കൂടുതൽ ഫണ്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുക, അല്ലേ? എല്ലാവർക്കും അറിയാലോ, നമ്മൾ കമ്പനിയുടെ വിവരങ്ങളാണ് കൂടുതൽ നമ്മൾ കസ്റ്റമറോട് പറയുക, എന്നിട്ടാണ് കസ്റ്റമർ ഇരിക്കുന്ന ഫണ്ട് നമ്മൾ കമ്പനിക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ ഇൻഫർമേഷൻ നോളജും മാത്രമല്ല പൊതുവായിട്ടുള്ള വിജ്ഞാനം വളരെയധികം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കസ്റ്റമർ അടുത്ത് എന്നെ കൊണ്ടുപോകാറുണ്ട്, ചില കസ്റ്റമറായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടർ മാഡത്തിൻ്റെ, എന്ത് കാര്യം കസ്റ്റമർ പറയുകയാണെങ്കിലും അതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കാൻ മാഡത്തിനുണ്ട്. അതാണ് ഏറ്റവും വലിയ തുറപ്പ്. അതാണ് ആൾ സെയിൽസിൽ ഒന്നാമതാവാനുള്ള റീസൺസ്. എനിക്ക് തോന്നുന്നു അത് തന്നെ മാഡത്തിന്റെ വിജയം. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ജോൺസൺ സാർ. ബിന്ദു മാഡത്തിന്റെ അടുത്ത് എനിക്ക് അഹങ്കാരമായിട്ട് ഞാൻ പറയല്ല. ഈ ബിന്ദു മാഡത്തിന് ബിന്ദു എവിടെ ഇരിക്കണം എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. എവിടുന്ന് ഈ ബിന്ദു തുടങ്ങണേന്ന് അറിയില്ലേ. എന്തായാലും റിയലി പ്രൗഡ് ഓഫ് യു. നമ്മളെ സംബന്ധിച്ച് പറയാനും നമുക്ക് ഒരു ഞങ്ങളുടെ പേഴ്സണൽ, അതായത് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ബിന്ദു മാഡം, പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊരു 1.5 മുതലാണ്, ഇതിലൊന്നും കളയാനില്ല. മറ്റതൊക്കെ എന്തെങ്കിലുമൊക്കെ കളയാണ്ടാവില്ല, ഇത് അതില്ല. അപ്പോൾ ടേക്ക് ഇറ്റ് പോസിറ്റീവ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു മാഡം. എല്ലാവരും ഒരിക്കൽ കൂടി ബിന്ദു മാഡത്തിന് ഒരു നല്ല